മാവുകളെല്ലാം ഓടി വന്നേ. ഇന്ന് ഒരു പുതിയ കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്നറിയാമോ? പറയട്ടെ. സിൻഡ്രലയുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. എല്ലാവരും കണ്ണടച്ച് കിടന്നോളൂ. അതിനു മുമ്പ് അമ്മൂമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ. എങ്കിൽ കേട്ടോളൂ. ഒരിടത്ത് ഒരു അച്ഛനും അമ്മയും കുഞ്ഞു വാവയുമായി താമസിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു വാവയുടെ പേരെന്തെന്നറിയണ്ടേ? കുഞ്ഞു വാവയുടെ പേരാണ് സിൻഡ്രല. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാവോ? നമ്മുടെ സിൻഡ്രലയുടെ അമ്മയ്ക്ക് അസുഖമായി. പെട്ടെന്ന് അവർ മരിച്ചുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു, എൻ്റെ മോളെ നോക്കാൻ ഇനി ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടാനമ്മയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. അതിലെന്താ? പക്ഷേ കുഞ്ഞുങ്ങളായി വന്നപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ സിൻഡ്രലയോട് ഇഷ്ടക്കേടുണ്ടായി. ആ വീട്ടിലെ മുഴുവൻ ജോലിയും നമ്മുടെ സിൻഡ്രലയെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. പക്ഷേ സിൻഡ്രലയ്ക്ക് പരിഭവമൊന്നുമില്ലായിരുന്നു. എല്ലാ ജോലിയും വളരെ കൃത്യമായി തന്നെ ചെയ്തു കൊടുത്തു. അനിയത്തിയെ പോലെ 2 കുഞ്ഞുങ്ങളെയും കണ്ടു. അങ്ങനെ അവരുടെ ജോലികളെല്ലാം ചെയ്ത് സുഖമായി കഴിയുന്ന കാലത്ത് ഒരു ദിവസം ഒരു രാജാവ് ഒരു കൽപ്പനയിട്ടു. എന്താ? എൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി ഇന്ന് ഒരു പാർട്ടി ഇവിടെ കൂടുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ മകന് ഇഷ്ടമാവുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതായിരിക്കും. എന്തു ചെയ്യാൻ? ഇവിടെ എല്ലാ പെൺകുട്ടികളും വളരെ സന്തോഷത്തോടു കൂടി അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അപ്പം നമ്മുടെ സിൻഡ്രലയ്ക്ക് ഒരു മോഹമുണ്ടായി. എങ്ങനെയെങ്കിലും ഈ പാർട്ടിയിൽ പങ്കെടുത്താലോ? എന്തു ചെയ്യും? അവൾ കാര്യം അമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞു, ഏയ്, നീ ഒരിടത്തും പോകേണ്ട. നീ ഇവിടെ ആ ഷൂ, എൻ്റെ മക്കൾക്ക് പോകാനുള്ള ഷൂ നന്നായിട്ട് പോളിഷ് ചെയ്ത് വെച്ചോളൂ എന്ന് പറയും. പെട്ടെന്ന് ചെന്നിരുന്ന് ഷൂ എല്ലാം പോളിഷ് ചെയ്ത് അവർക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സുകളെല്ലാം നന്നായിട്ട് അലങ്കരിച്ച് അവരെ ഒരുക്കി സിൻഡ്രല തന്നെ വിട്ടു. എന്നിട്ട് സങ്കടത്തോടു കൂടി ഇങ്ങനെ മുറിയിലിരുന്നപ്പോൾ ഒരു സിൻഡ്രലയുടെ അമ്മയുടെ ഒരു മാലാഖ അവിടെ എത്തി. എന്നിട്ട് സിൻഡ്രലയോട് ചോദിച്ചു, എന്താ മോളിങ്ങനെ ഇരിക്കുന്നത്? രാജകുമാരൻ്റെ അടുത്തേക്ക് പോകണ്ടേ? ഞാനെങ്ങനെ പോയി? എനിക്ക് നല്ല ഡ്രസ്സോ ഒന്നുമില്ല. ഏയ്, അതിന് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഏറ്റവും മനോഹരമായ ഒരു ഡ്രസ്സും ഷൂവും അവൾക്ക് വേണ്ടുന്ന ആഭരണങ്ങളും എല്ലാം ആ മാലാഖ കൊടുത്തു. എന്നിട്ട് നേരെ ആ ചെരുപ്പിൽ ആ ഷൂ ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൾ നേരെ ഇങ്ങനെ പറക്കുകയായിരുന്നു. നേരെ അവിടെ എത്തി. രാജകുമാരൻ ഇങ്ങനെ മൊത്തം എല്ലാവരെയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? സിൻഡ്രലയെ കണ്ടു. സിൻഡ്രലയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. സിൻഡ്രലയോട് വന്ന് ചോദിച്ചു, എന്നോടൊന്ന് നൃത്തം ചെയ്യാമോ എന്ന് ചോദിച്ചു. നൃത്തം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൃത്തം ചെയ്തു. എന്നിട്ട് ഈ എല്ലാവരും പിരിയാനുള്ള സമയമായപ്പോൾ അതിനു മുമ്പ് തന്നെ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു സിൻഡ്രല? പെട്ടെന്ന് ഷൂ എടുത്തിട്ടിട്ട് നേരെ രാജകുമാരൻ അവിടെ മുഴുവനും ഇങ്ങനെ ആ കുട്ടിയെ നോക്കുകയാണ്. എവിടെ കുട്ടി? എവിടെ? പേരും ചോദിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നും അറിയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ എങ്ങും കണ്ടില്ല. സിൻഡ്രല ഷൂ ഇട്ടപ്പം തന്നെ ഇങ്ങനെ പറക്കുന്ന മാതിരി നേരെ വീട്ടിലെത്തി. ഒന്നും അറിയാത്ത മട്ടിൽ ഡ്രസ്സും മാറ്റി പഴയതുപോലെ അവിടെ ഇരുന്നു. മറ്റേ 2 പേരും പാർട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. ഇങ്ങനെ 2ാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ 3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ രാജകുമാരൻ വിചാരിച്ചു, ഇന്ന് ഇവളെ എങ്ങനെയെങ്കിലും വിടാതെ നോക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ രാജകുമാരൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. രാജകുമാരൻ എന്ത് ചെയ്തു? ഭടന്മാരെ പുറകെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടുപിടിക്കുക. ഇങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ
ഒരു ഷൂ അവിടെ കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഷൂ അവളുടേതാണെന്ന് രാജകുമാരന് മനസ്സിലായി. ഈ ഷൂ ആരുടെ കാലിലാണോ ശരിയാവുന്നത് ആ കുട്ടിയെ അന്വേഷിച്ച് കൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും ആ നാട്ടിലുള്ള പെൺകുട്ടികളുടെ മുഴുവൻ കാലിലും ഈ ഷൂ ഒന്ന് അണിയിച്ച് നോക്കി. നേരെ സിൻഡ്രല്ലയുടെ വീട്ടിലും എത്തി. എന്നിട്ട് പിന്നെ 2 മക്കൾ ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് 2 മക്കളും വന്ന്, പക്ഷേ അങ്ങോട്ട് കയറുന്നതേ ഇല്ല. അപ്പോൾ ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇനി ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? നേരെ നമ്മുടെ സിൻഡ്രല്ല അവിടെ നിൽക്കുന്നത് ആ ജനലിലൊക്കെ നമ്മുടെ രാജകുമാരൻ കണ്ടു. അതേതാ കുട്ടി? അതിവിടുത്തെ സർവൻ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വേണ്ടില്ല, ഒന്ന് ഈ ചെരുപ്പിട്ട് നോക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ വന്ന് ആ ഷൂ ഇട്ടപ്പോൾ എന്ത് ചെയ്തു? വളരെ കറക്റ്റ്. രാജകുമാരനപ്പോൾ കാര്യം മനസ്സിലായി. എൻ്റെ കൂടെ കളിച്ചത് ഈ കുട്ടിയാണെന്ന് മനസ്സിലായി. രാജകുമാരൻ അവളെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഇവർ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇതെന്ത് പരിപാടി, ഇതെന്താ കാര്യം? എൻ്റെ മക്കളെ ഞാൻ ഒരുക്കി ഇത്രയും നന്നായിട്ട് കൊണ്ടുപോയിട്ടും ഒന്നും നടന്നില്ല. ഇവൾ ഈ വീട്ടിലിരുന്ന് പോയ കാര്യമെല്ലാം അപ്പോഴാണ് അവരറിയുന്നത്. ഒടുവിൽ എന്ത് ചെയ്തു? നന്നായിട്ട് തന്നെ രാജകുമാരൻ അവർക്ക് ശിക്ഷ കൊടുക്കാൻ, ഇവളെ കഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കാൻ പോയി. പക്ഷേ നമ്മുടെ സിൻഡ്രല്ല പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മയും അനുജത്തിമാരുമാണ്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് താമസിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ നല്ലത് ചെയ്താൽ അവൾക്ക് എന്ത് ചെയ്തു? നല്ലത് തന്നെ വന്നു. ശരി മക്കളെ, എല്ലാവരും കണ്ണടച്ചുറങ്ങിക്കൊള്ളൂ. ബൈ.